എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫൈനലി നാട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ നാട്ടിലോട്ട് പോയിട്ട് കുറേ കാലമായി, ഏകദേശം 2 വർഷത്തോളമായി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പാക്കിങ്ങിലും കാര്യങ്ങളിലൊക്കെയാണ്. മോളുടെ കാര്യങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഒരു വലിയൊരു ട്രോളിയും കൂടെ ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ. അപ്പോൾ അതിനകത്തും നിറച്ച് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ആകെ മൊത്തം മെസ്ഡപ്പായിട്ട് ഇരിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, വീടും നന്നായിട്ട് ക്ലീൻ ചെയ്യണം, എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ദിവസമായി ഇതിൻ്റെ പ്രിപ്പറേഷനും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. ഞാൻ ഷോപ്പിങ്ങിൻ്റെ കുറച്ച് വീഡിയോസ് ഇതിനിടയ്ക്കൊക്കെ ഞാൻ ഇടാം കേട്ടോ. അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ബാക്കി പാക്കിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങൾ എയർപോർട്ടിലെത്തിയിട്ട് നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം മോളെ ഞങ്ങളുടെ പാരൻസൊക്കെ കണ്ടിട്ട് കുറേ കാലമായി. അപ്പോൾ അവരുടെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി എയർപോർട്ടിൽ വെച്ച് കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. രാവിലെ 7:45 കേട്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പം ഞങ്ങൾ ഏകദേശം 5:30 ആകുമ്പോൾ തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വെബ് ചെക്കിൻ ഓൾറെഡി ചെയ്തതാണ്. ഇനിയിപ്പോൾ ബാഗേജ് നമുക്ക് കൊടുത്താൽ മാത്രം മതി. പിന്നെ അതിന് ശേഷം 7:45 ഞങ്ങൾക്ക് ജർമ്മനി വഴിയാണ് ഞങ്ങൾക്ക് കണക്ഷൻ കിട്ടിയിരിക്കുന്നത്. 2-2.5 മണിക്കൂറോളം ഏകദേശം ട്രാവൽ വരും. അപ്പോൾ സ്റ്റോക്ക്ഹോം ടു ജർമ്മനി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു 2.5 hours ലേ ഓവർ ഉണ്ട്. ലേ ഓവർ കഴിഞ്ഞിട്ട് ജർമ്മൻ ടൈം ഏകദേശം എനിക്ക് തോന്നുന്നൊരു 12-12:30 ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾക്ക് അടുത്ത ഫ്ലൈറ്റ് വരുന്നത്. അത് നേരെ ബാംഗ്ലൂരിലോട്ട്. അപ്പം ഞങ്ങൾ ബാംഗ്ലൂരിലോട്ടാണ് ഫ്ലൈറ്റ് എടുത്തിരിക്കുന്നത്. ചെക്കിനും പരിപാടികളും സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങളുടെ ബോർഡിങ്ങിലുള്ള അനൗൺസ്മെൻറ്റ് വന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഞങ്ങൾക്ക് ജർമ്മനിയിലോട്ടുള്ള ഫ്ലൈറ്റ് കേട്ടോ. സ്റ്റോക്ക്ഹോം ടു ജർമ്മനിയിലോട്ടുള്ള ഫ്ലൈറ്റ് ഇതായിരുന്നു. അത് ചെറിയ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ബാക്കി കണ്ടു. What are you doing? Mama, what are you doing? What are you doing? എയർപോർട്ടിലെത്തി. അതിനുശേഷം ഒരു 2.5 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ നേരെ ബാംഗ്ലൂരോട്ടുള്ള ഫ്ലൈറ്റ് കയറി. അപ്പോൾ ആ ഫ്ലൈറ്റാണ് കേട്ടോ ഇത് വലിയ ഫ്ലൈറ്റായിരുന്നു. പിന്നെ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തു. ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് ക്യാമറയിൽ കണ്ടതാണ് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട് സ്ക്രീനിൽ കാണാൻ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം ഒരു അരമണിക്കൂർ എടുത്തില്ല. അതിന് മുമ്പ് തന്നെ അവർ ഞങ്ങൾക്ക് കുറച്ച് കുക്കീസ് കൊണ്ടു തന്നു. പിന്നെ ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡൊക്കെ വന്നു. ഫുഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഫുഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഞങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ് തന്നെയാണ് കിട്ടിയത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്കാ ഇന്ത്യൻ ഫുഡ്. മോൾക്ക് അവർ പാസ്തയാണ് ബേബി ഫുഡായിട്ട് കൊടുത്തത്. ഫുഡൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. മോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി. അതുകൊണ്ട് ഞങ്ങളും കുറച്ച് നേരം ഒക്കെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ബാംഗ്ലൂരെത്തി. അപ്പം ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ പാരൻസിന് ഇവിടെയല്ല ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഇവിടുന്ന് അന്ന് രാത്രി ബസ് എടുത്തിട്ട്, കാരണം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അന്ന് സ്റ്റേ ചെയ്ത് അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്തിട്ട് അന്ന് രാത്രി തന്നെ ഞങ്ങൾ സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ആണ് ഞങ്ങൾ ആക്ച്വലി നാട്ടിലോട്ട് പോകുന്നത്. അവിടെയാണ് ഞങ്ങൾ പാരൻസിനെ മീറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എയർപോർട്ടിൽ ഞങ്ങളുടെ അനിയൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് അനിയൻ വന്നിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഒരു രാത്രിത്തെ ഡിന്നറൊക്കെ കഴിച്ച് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ സ്ലീപ്പർ ബസ്സിലോട്ട് കയറുകയാണ് കേട്ടോ ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ ബസ്. സ്ലീപ്പറായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. രാവിലെ വരെ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുള്ള ഉറക്കം കുറവാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഉറങ്ങാനൊക്കെ പറ്റി. കാരണം സ്ലീപ്പർ ആയതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞ് ഷൂട്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഞങ്ങളവിടെ ഇറങ്ങുമ്പോൾ ഉള്ള ഞങ്ങളുടെ പാരൻസിൻ്റെ റിയാക്ഷൻ. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ നമുക്കിനി അമ്മമ്മേനെയും കൂടെ കണ്ടിട്ട് വരാം. അമ്മമ്മ വീട്ടിലുണ്ട്, നമുക്ക് പോയി നോക്കാം. ബാ ഭൂമി, നമ്മൾ ആരെ കാണാൻ പോകുന്നത്? ആ ബാ
ഒരു ഹായ് പറഞ്ഞാൽ മതി. ഹായ് പറഞ്ഞു.